കേരള രാഷ്ട്രീയത്തിലെ പൂഞ്ഞാർ സിംഹം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പി.സി. ജോർജ് വീണ്ടും വാർത്താ കേന്ദ്രമാവുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്നും വീണ്ടും ജനവിധി തേടാനൊരുങ്ങുന്ന അദ്ദേഹം തന്റെ രാഷ്ട്രീയ ശൈലിയിൽ വരുത്തിയ വൻ മാറ്റമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ താൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ പരസ്യമായി മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയ പി.സി. ജോർജിന്റെ നീക്കം കേവലം ഒരു പശ്ചാത്താപമല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഭാഗമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. പൂഞ്ഞാർ മണ്ഡലം എന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകതയുള്ള ഇടമാണ്. മുന്നണി ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിപ്രഭാവത്തിന് പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിൽ ദീർഘകാലം ആധിപത്യം പുലർത്തിയ നേതാവാണ് പി.സി. ജോർജ്. എന്നാൽ 2021 തിരഞ്ഞെടുപ്പിൽ നേരിട്ട കൈപ്പേറിയ പരാജയം അദ്ദേഹത്തെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പുനർചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. ഇത്തവണ എൻ.ഡി.എ ബാനറിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള തന്റെ സമീപനം മാറ്റുക എന്നത് അദ്ദേഹത്തിന് അനിവാര്യമായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പി.സി. ജോർജ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങളുടെ പേരിലായിരുന്നു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പൂഞ്ഞാർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള മുസ്ലിം വോട്ടർമാർ അദ്ദേഹത്തിന് എതിരാകാൻ ഇത് കാരണമായി. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തന്റെ പഴയ പ്രസ്താവനകളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അവർ പലതും പറഞ്ഞപ്പോൾ എനിക്കും അരിശം തോന്നി. ഞാനും പലതും പറഞ്ഞുപോയി. എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ പരാമർശങ്ങളിൽ ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്ന തത്വം പി.സി. ജോർജ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ പൂഞ്ഞാറിൽ വിജയിക്കുക അസാധ്യമാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയുന്നു.